നമസ്കാരം. അടുത്ത മുഖ്യമന്ത്രി പിണറായി തന്നെ എന്നുറപ്പിച്ച് ഒരാൾ, അത് വികസന മുന്നേറ്റ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന MP ഗോവിന്ദനല്ല, അതായത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി, മറിച്ച് കോൺഗ്രസിൻ്റെ ഉന്നതനായിട്ടുള്ള ഒരു നേതാവ്. ഉന്നതനെന്ന് പറഞ്ഞാൽ ശശി തരൂരിനേക്കാളും വലിയ ബുദ്ധിജീവി. അതുകൊണ്ടാണല്ലോ മഹാരാഷ്ട്രയിലെ മുംബൈയിലെ ഛത്രപതി ശിവജിയുടെ പ്രതിമയിൽ ചെരുപ്പ് കൊണ്ട് ആഞ്ഞടിച്ച് തൻ്റെ ബുദ്ധിജീവി പ്രതിഭ കാണിച്ചത്. അതുപോലെ തന്നെ ചൈനയിലും പാകിസ്ഥാനിലും പോയി ഈ മഹാരാജ്യത്തിൻ്റെ കുറ്റങ്ങൾ രാഹുൽ ഗാന്ധി പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ മാതൃകയായി പറഞ്ഞു കൊടുത്ത ആൾ മറ്റാരുമല്ല, മണിശങ്കർ അയ്യർ. അതായത് AIC സമ്മേളനത്തിൽ ചായ വിതരണക്കാരനായിട്ട് നമ്മുടെ ലോക പ്രശസ്തനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞ് കളിയാക്കിയ, ദാരിദ്ര്യത്തെ കളിയാക്കിയ കോൺഗ്രസ്സുകാരൻ. അദ്ദേഹമാണിപ്പോൾ ദരിദ്രന്മാരുടെ പടയാളിയായ, ദാരിദ്ര്യത്തിന് പരിഹാരം കണ്ടെത്തിയ സൈദ്ധാന്തികനായ പിണറായി വിജയൻ തന്നെ അടുത്ത മുഖ്യമന്ത്രിയായിട്ട്, അതായത് മൂന്നാം ഊഴമായിട്ടും പിണറായി വിജയൻ തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന്. അവിടെ VD സതീശൻ കൊണ്ടുപിടിച്ച് കോൺഗ്രസിനെ ഒന്ന് അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് കേരള യാത്ര നടത്തുമ്പോഴാണ് വെള്ളിയിടി വെട്ടിയതുപോലെയുള്ള മണിശങ്കർ അയ്യരുടെ ഈ പരാമർശം. അതുപോലെ അതിന് അദ്ദേഹം കാരണമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഗാന്ധിയൻ വീക്ഷണമുള്ള വികസന പുരോഗതി കൈവരിച്ച ഏക സംസ്ഥാനം മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഭരിച്ച കേരളമാണ് എന്ന് ആണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത് വിഷൻ 2031 എന്ന പരിപാടി സംഘടിപ്പിച്ച അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ഇദ്ദേഹം പറഞ്ഞത്. അതായത് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്, ഈ ലെനിനിസ്റ്റ് എവിടെ വന്നു എന്നറിയത്തില്ല, മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ളത് നമുക്കറിയാം. ഈ ലെനിനിസ്റ്റ് എന്ന് പറയുന്നത് CPIയെ ഉദ്ദേശിച്ചാവാൻ ഇടയില്ല. CPM ആണല്ലോ ഇതിൻ്റെ എല്ലാം സംഘാടകരും വലിയേട്ടനും. സ്റ്റാലിനിസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് ഉചിതമാകുമായിരുന്നു. എങ്ങനെ ഈ ബുദ്ധിജീവിക്ക് പിഴച്ചു പോകുന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ല. പിന്നെ കോൺഗ്രസ്സിന് തന്നെ എല്ലാം പിഴയ്ക്കുമ്പോൾ ഇതിങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ കാര്യമുള്ളൂ. അപ്പോൾ മിക്കവാറും VD സതീശൻ യാത്ര നടത്തും, പിണറായി വിജയൻ കേരളം പിടിക്കും എന്നുള്ള മട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവരുടെ പാലക്കാട്ടെ യാത്രാമധ്യേ വേദിയിൽ കയറാനുള്ള തിക്കും തിരക്കും തമ്മിലടിയും കഴുത്തിനു പിടിയും തള്ളലും ഒക്കെ കാണുമ്പോൾ തന്നെ ഏകദേശ ചിത്രം ബോധ്യമാണ്. വേദിയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള മത്സരവും ഇതുപോലെ തന്നെ മത്സരമാണ് നിയമസഭയിൽ കയറാൻ ഇനിയും ഉണ്ടാവുക. ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് ഓരോരുത്തരും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രഖ്യാപിക്കരുത്, അവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന്, തിട്ടൂരം വന്നതിനെ തുടർന്ന് ഓരോരുത്തരായിട്ട് KPCC പറഞ്ഞാൽ ഞാൻ മത്സരിക്കും, KPCC പറഞ്ഞാൽ ഞാൻ മത്സരിക്കും എന്ന് പറഞ്ഞിപ്പോൾ KPCC പ്രസിഡന്റ് പോലും ആ സ്ഥാനം ഒഴിഞ്ഞിട്ട് ഈ പാർട്ടിയെ ജയിപ്പിക്കാൻ വലിയ ഉരുക്കു കോട്ടയായിട്ട് നിൽക്കേണ്ട അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി തിരിച്ചിരിക്കുക. അത് മതി, KPCC പ്രസിഡന്റ് സ്ഥാനമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. മികയ എന്നുള്ള മട്ടിൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പദവിക്ക് വേണ്ടിയിട്ടുള്ള ഈ ജ്വാലകൾ. അത് നടന്നുകൊണ്ടിരിക്കുക, ജ്വാലയായി പടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഒത്തുവരുമ്പോൾ ഇനിയും പിണറായി വിജയൻ തന്നെ എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റും. സർവേയും ആ വിധത്തിലാണ് സാധൂകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സെൽഫ് ഗോളുകൾ അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അല്ലാതെ തന്നെ ഒരു സെൽഫ് ഗോൾ അവിടെ കിടക്കുന്നുണ്ട്, വലയിൽ തന്നെ കിടക്കുന്നുണ്ട്, കുരുങ്ങിക്കിടപ്പുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധീകരിച്ചുകൊണ്ട് അതിനെ കഴുകി വെടിപ്പാക്കി എടുത്തിരിക്കുക, അലക്കിയന്ത്രത്തിലിട്ട് അലക്കിയെടുത്തിരിക്കുക. പുള്ളികളും പള്ളികളും എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഒരു കുഴപ്പവുമില്ല. ഇപ്പം മുന്നണിയുടെ ഭാഗമാക്കാൻ പോവുക. UDF മുന്നണിയുടെ
അസോസിയേറ്റ് മെമ്പറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഘടകകക്ഷിയായിട്ടും ഒക്കെ എടുക്കാൻ പോവുകയാണ് ആ പാർട്ടിയായ ആ സംഘടനയുടെ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടിയെ. ആ തരത്തിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഉന്നത നേതാവായിട്ടുള്ള മണിശങ്കർ, പണ്ട് പ്രധാനമന്ത്രിയെയും ഒക്കെ ഉപദേശിച്ചുകൊണ്ടിരുന്ന മണിശങ്കർ ചില്ലറക്കാരനൊന്നുമല്ല. അങ്ങനെ ഒരാൾ മോദി എന്തു പറഞ്ഞാലും അതിനെ എതിർത്ത് പറയുകയും കളിയാക്കുകയും ചെയ്യുന്ന ബാധ്യതയും ദൗത്യവും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന മണിശങ്കർ അയ്യരാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല, കോൺഗ്രസ്സുകാർക്ക്, കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കിട്ട് നല്ല രീതിയിൽ ഒരു കൊട്ടു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, സമ്മേളനത്തിൽ തൻ്റെ പാർട്ടിക്കാർ പങ്കെടുക്കാത്തതിൽ അദ്ദേഹം അയ്യർ ഖേദം സോറി എന്ന് അദ്ദേഹം അവർക്ക് വേണ്ടി പറഞ്ഞു. അതായത് വി ഡി സതീശനെ വിളിച്ചിരുന്നു, വി ഡി സതീശൻ വന്നില്ല. രമേശ് ചെന്നിത്തലയെയും വിളിച്ചിരുന്നു. രമേശ് ചെന്നിത്തല പകരം എന്ത് ചെയ്തു? ഇതിൽ പങ്കെടുക്കാതിരുന്ന ഇക്കണോമിക്സിന് നൊബേൽ സമ്മാനം കിട്ടിയ അമർത്യ സെന്നിനോട് ഈ സമ്മേളനത്തിലെങ്കിലും പങ്കെടുക്കല്ലേ എന്ന് അങ്ങോട്ട് അഭ്യർത്ഥിച്ചു. അങ്ങനെ ഒരു പാരയും കൂടെ വെച്ച രമേശ് ചെന്നിത്തല ഇവരൊക്കെ പാര വെച്ചുകൊണ്ടും വരാതിരിക്കൽ കൊണ്ടും ബഹിഷ്കരണം കൊണ്ടും ധന്യമാക്കിയ ഈ വിഷൻ 31 ആയിട്ട് ഉള്ള ഒരു സമ്മേളനങ്ങൾക്ക് ഒരു കുറവുമില്ല. CPM-ന് പബ്ലിക് റിലേഷൻസ് പരസ്യങ്ങൾക്കും ഒരു കുറവുമില്ല. അങ്ങനെ വളരെ ശക്തമായ രീതിയിൽ ഇങ്ങനെ CPM മുന്നോട്ട് കൊണ്ടുപോയി ഇരിക്കുമ്പോഴാണ് കോൺഗ്രസിൻ്റെ പാളയത്തിൽപ്പെട ദേശീയ നേതാവ് തന്നെ വന്നിട്ട് കേരളത്തിൽ പിണറായി വിജയൻ ജയിക്കുക എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ഇങ്ങനെ ബലൂണുമായിട്ട് ഇങ്ങനെ നിരത്തിയിരിക്കുന്ന ആ ബലൂണുകളിൽ സൂചി കൊണ്ട് കുത്തി പൊട്ടിച്ചു കളയുക എന്നുള്ളൊരു പ്രക്രിയയാണ് വാസ്തവത്തിൽ ഇപ്പോൾ മണിശങ്കർ അയ്യർ നിർവഹിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്താവണമെന്ന് അറിയില്ല. ജനങ്ങൾക്കും അടുത്ത് പിണറായി സർക്കാരിൻ്റെ 3-ാം ഊഴം വേണ്ട പണ്ടാരവടങ്ങാൻ പറഞ്ഞാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ്സുകാരെന്ന് പറയാം അത് വേണമെന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ആരെങ്കിലും വോട്ട് ചെയ്യുമോ? ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് ഘോരം പ്രധാനമന്ത്രിക്കെതിരെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ജനങ്ങളാണ്, ഞങ്ങളുടെ ശബ്ദം അടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ശബ്ദം ഇപ്പോൾ അടക്കി വെച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയൊന്നും അല്ല, നിങ്ങളുടെ മണിശങ്കർ അയ്യർ തന്നെയാണ്. ഒരൊറ്റ വാക്ക് പ്രതികരിച്ചിട്ടില്ലല്ലോ. എന്തേ പേടിയാണോ മണിശങ്കർ അയ്യർ? KC വേണുഗോപാൽ അടുത്ത മുഖ്യമന്ത്രി ആകാനിരിക്കുന്ന ആളും കൂടിയാണ്. കാരണം ഒരേ സ്വരത്തിലാണ് ഇപ്പോൾ G. സുകുമാരൻ നായരും അതുപോലെ KC വേണുഗോപാലും സംസാരിക്കുന്നത്. മറ്റൊന്നുമല്ല സംസാരിക്കുന്നത്, നിങ്ങളുടെ സത്യവാങ്മൂലം തിരുത്തണമെന്ന് ഒരേ ശബ്ദത്തിൽ ഒരേ സ്വരത്തിൽ ഏക സ്വരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. MPO എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരുത്തിയൊന്നുമില്ല, കോടതി യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രവേശിക്കും, പ്രവേശിപ്പിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രവേശിപ്പിക്കും. ആ നിലയിലാണ് നിൽക്കുന്നത്. എല്ലാം ശരിയാവുമെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് പാവം G. സുകുമാരൻ നായർ. അപ്പോൾ ആ ഒരവസ്ഥയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ ഇപ്പോൾ NSSനെ ഒരുപക്ഷെ വളരെ നിരാശപ്പെടുത്താൻ പോകുന്ന ഒരു ഫലമാണ് കോടതിയിലും അതുപോലെ തന്നെ ഒരുപക്ഷെ സംസ്ഥാനത്തും ഉണ്ടാവുക. സംസ്ഥാനത്തെന്ന് പറഞ്ഞാൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ട് വരട്ടെ, കുഴപ്പമില്ല എന്ന് ഉള്ളതാണ് അവരുടെ നിലപാട്. അതേസമയം VD സതീശൻ വരണമെന്ന് അവർക്ക് ഒരു താല്പര്യവുമില്ല, കടുത്ത എതിർപ്പുമാണുള്ളത്. അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് മണിശങ്കർ അയ്യർ വന്നൊരു വെടി പൊട്ടിച്ചത്. അത് പൊയ്വടിയൊന്നും അല്ല, രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് വയ്ക്കാറുള്ളത് പോലെ അത് ഒരു നിലവിളി തന്നെയാണ്. ഇതുവരെ ഒരൊറ്റയാൾക്കും അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള പ്രജ്ഞ ഉണ്ടായിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.